നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിതാര മോഹൻ. എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരുപാട് ആളുകളുടെ സക്സസ് സ്റ്റോറി വരാൻ കിടക്കുകയാണ്. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് ഒക്കെ പബ്ലിഷ് ചെയ്യേണ്ട ആ ഒരു സമയമാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും, അതായത് നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും അവർക്ക് അവരുടെ ക്യാരക്ടറിലുണ്ടായ മാറ്റം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവരും വളരെ വാചാലതയോടു കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം അവർക്ക് തന്നെ വിശ്വാസം വരുന്നില്ല എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ഗൈഡ് ചെയ്യുന്നു, അവരതനുസരിച്ച് ചെയ്യുന്നു. പക്ഷെ ആ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് റിസൾട്ട് കിട്ടി. ആ ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ ആ ഒരു മാറ്റം അറിയുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എടുക്കുന്ന, ഇത് ചെയ്തവരോടാണ് ഞാൻ പറയുന്നത്, കോഴ്സ് അറ്റൻഡ് ചെയ്തവരോടാണ്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ആ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ 21 ദിവസം കഴിഞ്ഞാലും ആരും ഇത് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടും വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പം ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലൈഫിൽ എങ്ങനെ ഒരു നല്ല അടുക്കും ചിട്ടിയ ഒരു ലൈഫ്, നല്ലൊരു ക്യാരക്ടർ, സമാധാനപരമായ ജീവിതം, ഹാപ്പിനെസ്, സമ്പത്ത്, സമൃദ്ധി, ഇതിനൊക്കെ നമുക്ക് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെ സഹായിക്കുന്നു. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ നമ്മളുണ്ടാകുന്ന മാറ്റങ്ങളാണത്. നമ്മൾ ന്യൂറോൺസുകളിൽ വരുന്ന ചേഞ്ചസാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ന് പറയുന്നതും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്, ഉപബോധ മനസ്സിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ഉപബോധ മനസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾക്ക് സ്വയം റീപ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റും. പറയുന്നത്, അതായത് പറഞ്ഞു തരുന്ന ഒരാൾ, നമ്മളെപ്പോലുള്ള ആളുകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ചെയ്യുക. ഇതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട് ഇത് വർക്കാവാനുള്ളത്. അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. എന്തിനെയൊക്കെ ഉൾക്കൊള്ളണം, എന്തിനെയൊക്കെ തള്ളിക്കളയണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉപബോധ മനസ്സും പ്രാർത്ഥനയും. നിങ്ങളുടെ പ്രാർത്ഥനയും ഉപബോധ മനസ്സും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റം ഉണ്ടാവും. ഞാനല്ലേ പറയുന്നത്, നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇന്ന് അതിലേക്ക് പോവാം. ഓക്കെ. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ്, നമ്മുടെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഉറങ്ങുന്നതിന് മുമ്പാണ് അവരോട് ഞാൻ ചെയ്യാൻ പറയാം. അതിൻ്റെ കാരണം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ബെഡിലിരുന്നിട്ട് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ്, അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സമയം കൂടെ കാണണം. ആ ഒരു സമയം കൂടെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. ആ സമയം കൂടെ കാണണം. ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. എങ്ങനെ? നിങ്ങൾ ദുരിതവും കടവും പരാതിയും പറഞ്ഞുകൊണ്ടാണോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. നിങ്ങളുടെ നല്ല കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് നാളിതുവരെ ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ഉറക്കെ പറയണമെന്നൊന്നുമില്ല, നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. മനസ്സിലേക്ക് നിങ്ങളിത് ഡെയിലി എല്ലാ ദിവസവും ആവർത്തിച്ച് ചെയ്യുമ്പം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതെന്താവും, കോപ്പി ചെയ്യും. ഇത് അവിടെ പ്രോഗ്രാം ആവും. പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന വളരെ എഫക്റ്റീവാണ്. എൻ്റെ ക്ലയൻസിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഓരോ ദിവസവും മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറാണത്, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ പവറാണത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, എന്ന് ഉറങ്ങാൻ പോകുന്നതിന് 20-25 മിനിറ്റ് പ്രാർത്ഥിക്കാം. ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ
പ്രാർത്ഥിക്കുന്ന ആ സെൻറ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവരുത്, പോസിറ്റീവായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. ഉദാഹരണം ഞാൻ പറയുന്ന പോലെ, എനിക്ക് പരിപൂർണമായ ശാരീരിക മാനസിക ആരോഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഓക്കെ, എനിക്ക് ഇത്രയും സുഖസൗകര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമാണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കാര്യം പറഞ്ഞ് നിരന്തരം അതിലേക്ക് തന്നെ ഫോക്കസ് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോ രോമകൂപങ്ങളിലും ആ ഫീലിങ്സ് കൊണ്ടുവരണം. നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റേതായ മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവും. 100% ഞാനല്ലേ പറയുന്നത്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 20-25 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് നിരന്തരം ഒരു 11-12 തവണയൊക്കെ ആവർത്തിച്ച് പറയണം. അപ്പോൾ നിങ്ങൾക്കൊരു കാറ്, ഞാൻ ഉദാഹരണം പറയുന്നതാണ്. ഇതെന്താണ് ഈ മാം ഇപ്പോൾ എപ്പോഴും കാറ് പറയുന്നതെന്ന് ചിന്തിക്കേണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം നിങ്ങൾക്കൊരു BMW കാർ മേടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ് അത് മേടിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ദൈവമേ എൻ്റെ കാർ പോർച്ചിൽ BMW കാർ അത് നീ എനിക്ക് എൻ്റെ കാർ പോർച്ചിൽ എത്തിച്ചു തരുന്നു. ഞാൻ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്കറിയാം അതെന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച BMW കാർ എൻ്റെ കാർ പോർച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉണർത്തണം. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉണർത്തണം. അങ്ങനെ നിങ്ങളെ മൈൻഡ് ഉണരണം. ഫീലിങ്സ് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കും ദുഃഖിക്കേണ്ടി വരില്ല. കാരണം എന്താ, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സജഷൻസ് ഒരിക്കലും നെഗറ്റീവ് ഉള്ളതാകരുത്. അത് പോസിറ്റീവ് മാത്രം ആക്കി എടുക്കുക. മനസ്സിലായോ? പോസിറ്റീവിലേക്ക് മാത്രം കൊടുക്കുക. എനിക്കതാ പറയാനുള്ളത്. പലരും പ്രാർത്ഥിക്കുക എങ്ങനെയാണ്, പരിഭവം, പരാതി, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ഇങ്ങനെയാണ് നിങ്ങൾ ഈ നാളിതുവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൽ. അതിലൊരു തീർച്ചയൊരു മാറ്റം കൊണ്ടുവരണം. പോസിറ്റീവ്. നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, അത് എടുത്തെടുത്ത് നിരന്തരം നമ്മൾ പറയുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതുവരെ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതേ സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായി നിൽക്കണം. എന്താ, നിങ്ങൾ വീണ്ടും പറയുന്നത് ഈ നെഗറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവായിട്ട് പറയുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക. നിങ്ങൾ കൊടുക്കുന്നത് എല്ലാ പ്രാർത്ഥനകളും ഒരു ഓട്ടോ സജഷൻസാണ്. ഈ ഓട്ടോ സജഷൻ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. സ്പിരിച്വലി സബ് കോൺഷ്യസ്, സ്പിരിച്വലി ആത്മാവ്, സയൻറ്റിഫിക്കലി പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ്. തത്വമസി, നിൻ്റെ ഉള്ളിൽ, ഞാൻ നീ തന്നെയാകുന്നു, നിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു എനർജി അതിനെ എപ്പോഴും നമ്മൾ പോസിറ്റീവാക്കി വെക്കണ്ടേ? പോസിറ്റീവല്ലേ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുള്ളൂ. സോ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ് പ്രാർത്ഥിക്കില്ലേ? അപ്പം ഉപബോധ മനസ്സും പ്രാർത്ഥനയും തമ്മിൽ അത്രയും ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഡെയിലി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നിരന്തരമായ പ്രാർത്ഥന. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അവിടെ ഒരു സംശയമുള്ള ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം, നിങ്ങൾ ഏത് മതവിശ്വാസിയാണെന്നുള്ളൊരു യാതൊരു പ്രശ്നമല്ല. ക്രിസ്ത്യൻ മതം, ഹിന്ദു മതം, ഇസ്ലാം മതം, ഇത് ഏതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ശക്തിയെ, നിങ്ങളുടെ ഇഷ്ടശക്തിയെ, ദൈവത്തെ, അള്ളാഹു ആണെങ്കിൽ അള്ളാഹു, ശിവനാണെങ്കിൽ ശിവൻ, ഗണപതിയാണെങ്കിൽ ഗണപതി, ഗുരുവായൂരപ്പനാണെങ്കിൽ ഗുരുവായൂരപ്പൻ, കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ്, നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നത് അതിലെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിനോട് കഷ്ടപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് നേടാനുള്ള കാര്യത്തെക്കുറിച്ച് നിരന്തരം അതിൻ്റെ ഇപ്പോൾ ഒരു പേര്, ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒരു കാറാണെങ്കിൽ കാറിൻ്റെ കളർ മനസ്സിലേക്ക് കൊണ്ടുവരിക, BMW എന്ന് കാർ കമ്പനി എടുത്ത് പറയുക. വീടാണെങ്കിൽ ഏത് വീട്, 2 നില വീടാണ്, ദൈവമേ എനിക്ക് ഞാൻ ആഗ്രഹിച്ച 2 നില വീട് നിർമ്മിക്കാൻ നീ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, അതിന് ഞാൻ സന്തുഷ്ടനാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ നിരന്തരമായ പ്രാർത്ഥനകൾ നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഡെയിലി ചെയ്യണം. ഇത് ഞാൻ പറയും 11 ദിവസമോ 21 ദിവസമോ യാതൊരു കണക്കും പറയില്ല. ഡെയിലി എന്നും ഒരാഗ്രഹം,
ഒരു പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആഗ്രഹം ഉൾപ്പെടുത്തി ആ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ അടുത്ത പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആഗ്രഹം അടുത്ത ആഗ്രഹം ഉൾപ്പെടുത്തുക. അങ്ങനെ പ്രാർത്ഥിച്ച് മാത്രം ആളുകൾ അവരുടെ ആഗ്രഹങ്ങൾ നേടുന്നുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പറ. ഇപ്പോൾ നമ്മളെ മൈൻഡ് റീപ്രോഗ്രാം പ്രാക്ടീസിലുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത്. അവർക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ ഇങ്ങനെയൊരു പ്രാർത്ഥന റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം അവർ പറയുന്നത് മേഡം എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല, അത്രയും മാറ്റമാണ് ലൈഫിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ നിരന്തരം നിങ്ങളുടെ പ്രാർത്ഥന നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുക. മുട്ടുവിൻ തുറക്കപ്പെടുന്നില്ലേ, നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. തളർത്താനും കുറ്റം പറയാനും വിമർശിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും. അതിനെ പറ്റൂ. സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളെ ആരും, ഞാൻ പറഞ്ഞില്ലേ, മോട്ടിവേഷൻ ചെയ്യാൻ വരില്ല. നമ്മൾ സ്വയം ചെയ്യുക. ചെയ്ത് സക്സസ് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അതൊരു വാശിയാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഉപബോധ മനസ്സും പ്രാർത്ഥനയും നമ്മൾ ഇത്രയും ബന്ധമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇനി പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത്. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം. നേരെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ഇതുപോലെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേര് ഇപ്പോൾ എനിക്ക് കൗൺസിലിംഗ് ചെയ്തപ്പോൾ മനസ്സിലായത് ഒരുപാട് പേർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒരുപാട് പേര് ലൈഫിൽ കരഞ്ഞും പരിതപിച്ചും കഷ്ടപ്പാടുകൾ പറഞ്ഞും പാസ്റ്റിനെക്കുറിച്ച് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊക്കെ ദുഃഖിച്ചിരിക്കുന്നവരാണ്. അവർക്കൊക്കെ ഇങ്ങനെയൊരു വീഡിയോ കിട്ടുമ്പോൾ അവർക്ക് റിലീഫാവും. അവരറിയട്ടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങൾ അറിവില്ല അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലേ, അറിവ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പ്രശ്നം നമുക്ക് അത്രയും നമ്മൾ ഒരു അറിവ് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു 100 അറിവ് വേറെ കിട്ടും. അല്ലേ? അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ്സ് ചെയ്യുക. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എത്ര പേര് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ട്? ഇതിനു മുമ്പ് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ യെസ് ഐ എം റെഡി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ അറിയണം. അല്ലേ, നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായില്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അതിലെന്തെങ്കിലും ഫോൾട്ടുകളുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പറഞ്ഞതുപോലെ നമ്മുടെ 21 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ 21 ദിവസത്തെ പ്രാക്ടീസിലേക്ക് സ്വാഗതം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ കാണുന്ന വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.